എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മെയിലിന്റെ അടിസ്ഥാനത്തിലാണ്. ലൈംഗിക ബന്ധത്തിന് മുൻപ് ഭർത്താവ് അശ്ലീല വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നതായിരുന്നു ചോദ്യം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അശ്ലീല വീഡിയോകൾക്ക് നിങ്ങളുടെ പങ്കാളി അടിമപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എന്താണ് അദ്ദേഹത്തെ ആകർഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് അതിലെ കാഴ്ചകളാണോ അദ്ദേഹത്തെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ശരീരങ്ങളുടെ പുതുമയോ, അല്ലെങ്കിൽ വിലക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ആകാംക്ഷയാണോ? ഇതിലേതാണ് നിങ്ങളുടെ പങ്കാളിയുടെ പ്രശ്നമെന്ന് കണ്ടെത്തണം. എന്തുകൊണ്ട് ഇത് കാണുന്നു എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് ബദൽ മാർഗം ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അവരോട് വിവേചനപരമായ ഭാഷയിലോ അല്ലെങ്കിൽ മുൻവിധിയുടെയോ സംസാരിക്കരുത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നതിൽ വേണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഉദാഹരണത്തിന്, എനിക്ക് അശ്ലീല വീഡിയോ കാണുന്നത് ഇഷ്ടമല്ല എന്ന് തുറന്നടിച്ച് പറയുന്നതിലും നല്ലതാണ് എനിക്കിത് കാണുന്നത് കൊണ്ട് ഒരു സുഖവും ലഭിക്കുന്നില്ല എന്ന് അവരോട് പറയുന്നത്. ഇത് നിങ്ങളുടെ പങ്കാളിക്ക് അയാളുടെ സ്വന്തം വീക്ഷണങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഭർത്താവുമായി കൂടുതൽ ആത്മബന്ധത്തോടെ ആശയവിനിമയം നടത്താനും ഇത് സാധിക്കും. മൂന്നാമതായി, ഒരു വിട്ടുവീഴ്ചയ്ക്ക് എപ്പോഴും തയ്യാറാകുക. പരസ്പരം ഒരു ധാരണയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിൽ അതിനർത്ഥം ബന്ധം വേർപിരിയണമെന്നല്ല. ദമ്പതികളായ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഭർത്താവിന് അശ്ലീല വീഡിയോകൾ കാണുന്നതാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ കാണാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, രണ്ടുപേരും ചേർന്ന് ചില ഫോട്ടോകൾ കാണുന്നത് ചിലപ്പോൾ ഗുണം ചെയ്യും. വീഡിയോസിന് പകരം ഫോട്ടോകൾ കാണാൻ ശ്രമിക്കുക. ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടി രണ്ടുപേരും ചേർന്ന് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കാം. നിങ്ങൾക്കിടയിൽ ആവേശകരവും സംതൃപ്തവുമായ ലൈംഗിക ബന്ധം ആസ്വദിക്കാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും പ്രധാനം, അശ്ലീല വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ സത്യസന്ധമായി പരസ്പര ആശയവിനിമയം നടത്താൻ ശ്രമിക്കണമെന്നതാണ്. ഇനി അവസാനമായി പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിന് ഇതേക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അയാളുടെ കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. ഈ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു തെറാപ്പിസ്റ്റുമായി ബന്ധപ്പെടുന്നത് ഇതിന് സഹായകരമാകാം. ഒരിക്കലും സഹായം ചോദിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. ഇത് സഹായകമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.